ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞ കോഴിക്കറിയാണ്. കോഴിക്കറി നിങ്ങൾ പ്രേക്ഷകരുടെ ഒരുപാട് കത്തുകൾ എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് പ്രൊഡ്യൂസർ സാറോട് ഞാൻ വേണ്ട വേണ്ട എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷെ പ്രേക്ഷകരുടെ നിർബന്ധം കാരണം ഇന്ന് ഞാൻ കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലും 3 കോഴിയുണ്ട്. അപ്പോ അവരെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം. അപ്പോ ആദ്യം നമുക്ക് കോഴിയെ മേടിക്കണം. കോഴിയെ മേടിക്കാൻ കോഴിക്കടയിൽ പോണം. അപ്പോ നമ്മൾ കോഴിക്കടയിൽ പോയി ഒരു കോഴീനെ അറുത്ത് മേടിക്കണം. നമുക്ക് ഒരു കോഴിക്കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അതിനെ അറുക്കാനൊന്നും പറ്റില്ല. അപ്പൊ കോഴിക്കടയിൽ നിന്ന് കോഴീനെ മേടിച്ച് നമ്മള് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. കോഴീനെ മാറ്റി വെക്കാം. കോഴിക്കറി ഉണ്ടാക്കാൻ ഇവിടെ ഇത്ര കിടന്ന് മോങ്ങുന്നത് എന്തിനാ? അല്ല ചാക്കോച്ച, ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? നമ്മള് കോഴീനെ അങ്ങോട്ട് എടുക്കണം. തക്കുട പൊട്ടൻ അവന്റെ തൊട കണ്ടില്ലേ? എന്നിട്ടുണ്ടല്ലോ ഇവൻ ഈ കയ്യിലിട്ട് മുറിച്ച് മുറിച്ച് പയ്യെ, അയ്യോ കൈ മുറിഞ്ഞു. എന്നിട്ടുണ്ടല്ലോ നമുക്കിനി ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇനി സവാള എടുക്കണേ. ഈ സവാള അരിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണടച്ച് വേണം മുറിക്കാനായിട്ട്. ഇനി പച്ചമുളക് എടുക്കണേ. പച്ചമുളക് അത് കഴിഞ്ഞാ പിന്നെ ഒരു സാധനം ഉണ്ടേ. ഇത് ഞാൻ പറയില്ല, പാട്ട് പാടിത്തരാം. ഇഞ്ചി. അത് കഴിഞ്ഞാലുണ്ടല്ലോ മഞ്ഞൾ, സീവ, പഴക, മഞ്ഞപ്പൊടി. ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ. ഒരേപ്പടം കാണുന്ന ലാഘവത്തോടെ ഉണ്ടാക്കാനുള്ളതല്ല കോഴിക്കറി. ആയുധം വെച്ചും തീ വെച്ചുമുള്ള കളിയാ. ഒറ്റ വെട്ടിനു കൊന്ന കോഴി കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചരച്ചരച്ചരച്ച് ഇതിന്റെ മേത്ത് തേച്ച് പിടിപ്പിക്കുക. നന്നായി തേക്കണം. തേച്ച് 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 അവിടെ മാറ്റി വെക്കുക. ഇനി ചീനച്ചട്ടി, സാധാ ചീനച്ചട്ടി എങ്ങാനും എടുത്താൽ നോൺ സ്റ്റിക്ക് തന്നെ വേണം. എണ്ണ ചെലവാകത്തില്ല, ഓർത്തോ? എണ്ണ ചെലവാന്ന് പറഞ്ഞ് കെട്ടിയോൻ വന്ന് വഴക്ക് പറഞ്ഞ എണ്ണയൊന്നും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? ചീനച്ചട്ടി എടുത്തു വെച്ചല്ലോ. ഇനി എണ്ണ വേണ്ട. ഈ കോഴി എല്ലാം കൂടെ പെരട്ടി വെച്ചിരിക്കുന്ന ഈ കോഴി അതിലോട്ടിടുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇത്തിരി ഉപ്പിടണം. ഉപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ എത്ര വേണച്ചേട്ടോ, പക്ഷെ എന്റെ കോഴിക്കറിയില് ഇത്തിരി ഉപ്പ് മതി. കാരണം ഉപ്പ് മാത്രം ഇട്ടാ മതിയോ? മസാല പിന്നെ ചേർക്കണ്ടേ? ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇടണം. ഹോട്ടടാ. എന്നിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇങ്ങനെ ഇളക്കണം.
ആവശ്യമില്ലാതെ കൂടുതൽ ഇളക്കിയാല് അതിന്റെ ആവശ്യമില്ല, ഇളക്കേണ്ട കാര്യമില്ല. ചീനച്ചട്ടി മൂടി അങ്ങ് വെച്ചാ മതി, ആവി കൊണ്ട് അതങ്ങ് വെന്തോളും. ഇളക്കി ഇളക്കി കണ്ടോ കണ്ടോ, ഞാൻ അപ്പഴേ സാറോട് പറഞ്ഞതാണ് ഇത് വേണ്ട, കോഴിക്കറി വേണ്ടത്. ഞാൻ കോഴി തിളച്ചു മറിയുന്ന കാണാൻ എന്ത് രസാ. സാറേ അടുത്ത പടത്തിൽ കോഴിക്കറി വെക്കാൻ എന്നെ വിളിക്കോ പ്ലീസ്. ഇതുപോലുള്ളവരെയൊക്കെ സിനിമയില് വിളിച്ചാലുണ്ടല്ലോ, ആ സിനിമ 2 കൊല്ലം എടുക്കും ഇളക്കി ഇളക്കി കോഴിക്കറി ഉണ്ടാക്കാൻ. അതുകൊണ്ട് അധികം താമസിക്കണ്ട, തിളച്ചു വാങ്ങിയ കോഴി മാറ്റി വെച്ചിട്ട് Looking for a smarter way to mop? Try the Swiffer Power Mop. An all-in-one cleaning tool with a 360-degree swivel head that goes places a regular mop just can't. Swiffer Power Mop. Love it or your money back. Buddy, let me tell you, I was just ripping down the neutral zone, dangles, then I just lined. കോഴി മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? പ്രൊഡ്യൂസർ സാർ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? എന്നെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പറ്റില്ലല്ലേ? ഈ കൈ ഇറക്കണോ? പറ്റില്ല. ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കോഴിക്കറി തിളച്ച് വന്നു കഴിഞ്ഞു, റെഡി ആയെന്ന് തോന്നുന്നു. ഇനി ഇതിനെ നമ്മൾ ഗാർണിഷ് ചെയ്യണം. അതിനു വേണ്ടി തുറന്ന് ഒരു ബൗൾ ഇങ്ങോട്ട് എടുത്ത് കോഴിക്കറി ഒഴിക്കണം. ഒഴുകുന്ന കാണാൻ എന്ത് രസവാ. അയ്യോ, ഒഴിച്ചിട്ട് ഇതിന്റെ മേലെ കറിവേപ്പില 2 മതിയാവും. അല്ല, കെടുക്കട്ടെ, മുഴുവനും എടുത്തോ. എന്നിട്ട് അധികം കറിവേപ്പില ഇട്ട അത് മാത്രമേ കടിക്കാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് അധികം വെച്ച് താമസിപ്പിക്കണ്ട. എല്ലാവരുടെയും പ്ലേറ്റിലോട്ട് നിരത്തി അങ്ങ് വിളമ്പ. ചോറായാലും കപ്പയായാലും ചപ്പാത്തി ആയാലും അങ്ങ് അടിച്ചു വിടാം. ഇനി ആരെങ്കിലും നിങ്ങളുടെ കോഴിക്കറിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് 2 കൊടുത്തിട്ട് അണ്ണാക്കിലോട്ട് അങ്ങ് തിരുകി കൊടുക്കണം. അപ്പൊ ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴിക്കറി തൊടില്ല. ഒരിത്തിരി ഉടുപ്പ്, അതിനൊരു ജീവനുണ്ടെന്ന് നിങ്ങൾ എല്ലാരും ഓർക്കണം. അതൊരു ജീവിയാണ്. അതെന്ത് ജീവിയായാലും നമ്മളും ജീവികളല്ലേ, നമുക്കുമില്ലേ വികാരങ്ങൾ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? സില്ലി ഗേൾ, ഇതൊന്നും ഒരു പരിചയമില്ല. ഇനി ഈ കോഴിക്കറി ഉണ്ടാക്കിയത് ആരേലും വീട്ടിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ സ്വഭാവം, എന്റെ സമയം മെനക്കെട്ടിട്ടാണ് നിങ്ങൾക്കൊക്കെ ഓരോന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ആരേലും ഉണ്ടാക്കിയില്ലെങ്കിലുണ്ടല്ലോ, അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം നമുക്ക് കാണാം വീണ്ടും.